നെയ്ത്തുകാരന്റെ ആഗ്രഹം. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു നെയ്ത്തുകാരനുണ്ടായിരുന്നു. അയാൾ നല്ലൊരു കലാകാരനായിരുന്നു. പട്ടുതുണികളിൽ മനം കവരുന്ന രൂപങ്ങൾ നെയ്തെടുക്കാൻ മിടുക്കനുമായിരുന്നു. അയാൾ നല്ല കഴിവുള്ളയാളും കഠിനാധ്വാനിയുമായിരുന്നു. എന്നിട്ട് പോലും അയാൾ മഹാദാരിദ്ര്യം അനുഭവിക്കുകയായിരുന്നു. കഷ്ടിച്ച് കുടുംബകാര്യങ്ങൾ നോക്കാനേ അയാൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. എല്ലാ ദിവസവും മരക്കൊമ്പുകൾ വെട്ടിമുറിച്ച് വിറകുണ്ടാക്കാനായി അയാൾ കാട്ടിലേക്ക് ചെല്ലും. വെട്ടിക്കൊണ്ടുവരുന്ന വിറക് ഭക്ഷണം പാകം ചെയ്യാനായി ഭാര്യയെ ഏൽപ്പിക്കും. പതിവ് പോലെ ഒരു ദിവസം വിറകിനായി ഒരു മരം വെട്ടാൻ ഒരുങ്ങിയപ്പോൾ മരത്തിന് മുകളിൽ നിന്ന് ഒരു അശരീരി കേട്ടു. മരത്തിന്റെ ഇലപ്പടർപ്പുകളിൽ നിന്നാണ് ആ ശബ്ദം വന്നത്. അരുതേ, മുറിക്കരുതേ, ഈ മരം മുറിക്കരുതേ. എന്തോ ശബ്ദം കേട്ടല്ലോ. ഇവിടെ എന്റെ അടുത്ത് എന്തോ ഉണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ. എനിക്കെന്റെ ജോലി സമയത്തിന് തീർക്കണം. ഇതൊന്നും ഞാൻ കാര്യമാക്കില്ല. മരം മുറിക്കരുതേ, അതിനോട് ദയ കാണിക്കണം. നിങ്ങൾ ആരാണ്? എന്തിനാ ഒളിച്ചിരിക്കുന്നത്? എന്റെ മുന്നിൽ വന്ന് നിൽക്കൂ, എന്നിട്ട് സംസാരിക്കൂ. ഞാൻ വനദേവതയാണ്. വളരെ കാലമായി ഞാൻ ഈ മരത്തിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ഈ മരം മുറിച്ചാൽ എനിക്ക് വീടില്ലാതാകും. എന്റെ വീട് നശിപ്പിക്കാതിരുന്നാൽ ഞാൻ നിങ്ങൾക്കൊരു വരം തരാം. നിങ്ങൾ ആഗ്രഹിച്ചതെന്തും നടക്കും. നിങ്ങൾ പറയുന്നത് സത്യമാണോ? നിങ്ങൾ എന്ത് ചോദിച്ചാലും നൽകാമെന്ന് ഞാൻ ഉറപ്പു തരാം. എന്നാൽ ശരി, ഞാൻ മരം മുറിക്കുന്നില്ല. പക്ഷെ വരത്തെക്കുറിച്ച് എനിക്ക് ഭാര്യയോട് ചോദിക്കണം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവളോട് സംസാരിച്ച് തിരിച്ചു വരാം. 1 മണിക്കൂറിനകം എത്താം. അതുവരെ കാത്തു നിൽക്കാൻ കഴിയുമോ? ഓ, എന്റെ വീട് ഒഴിവാക്കിയതിൽ നന്ദി. പോയിട്ട് സാവകാശം വന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഓ, നന്ദി. ഞാൻ വേഗം വീട്ടിൽ പോയി തിരിച്ചു വരാം. അതെ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. വനദേവതയോട് വരം ചോദിക്കുന്നതിനെ കുറിച്ച് നാം വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അതിനെക്കുറിച്ച് നിന്നോട് ആലോചിക്കാനാണ് ഞാൻ വന്നത്. നീ വേഗം പറ, എന്തു വരമാണ് നമ്മൾ വനദേവതയോട് ചോദിക്കേണ്ടത്? താങ്കളെ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തിന്റെ രാജാവായി വാഴിക്കാൻ വനദേവതയോട് വരം ചോദിക്കൂ. ആ വരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്പന്നരായി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. കൊള്ളാം, ഇതൊരു വളരെ നല്ല ആശയമാണ്. ഞാൻ ഇപ്പോൾ തന്നെ വനദേവതയുടെ അടുത്ത് ചെന്ന് ഈ വരം ആവശ്യപ്പെടാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കാട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അയാളുടെ അടുത്ത കൂട്ടുകാരനെ കണ്ടുമുട്ടി. അദ്ദേഹം ഒരു ക്ഷുരകനായിരുന്നു. എവിടേക്കാ കൂട്ടുകാരാ ഇത്ര ധൃതി പിടിച്ചു പോകുന്നത്? സുഹൃത്തേ, എല്ലാം ഞാൻ പറയാം. നെയ്ത്തുകാരൻ വനദേവതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും കൂട്ടുകാരൻ പറഞ്ഞു, ഭാര്യ പറഞ്ഞത് കേൾക്കണ്ട. നീ രാജാവായി കഴിഞ്ഞാൽ സദാ ഭരണകാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതികളായിരിക്കും ഫലം. വർഷത്തിൽ കൂടുതൽ സമയവും ശത്രു രാജ്യങ്ങളിൽ നിന്നും സ്വന്തം രാജ്യത്തെ രക്ഷിക്കാനുള്ള ജോലികളായിരിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. വനദേവതയോട് മറ്റൊരു തലയും കൂടുതലായി 2 കൈകളും ആവശ്യപ്പെടൂ. അങ്ങനെയാണെങ്കിൽ നിന്നെ കാണാൻ നല്ല രസമുണ്ടാവും. നാലുപാടും നോക്കാൻ നിറയെ കണ്ണുകളും ഉണ്ടാവും. ഒരേ സമയം നിനക്ക് 2 പേരുടെ ജോലികൾ ചെയ്ത് കൂടുതൽ പട്ടുതുണികൾ ഉണ്ടാക്കാനാവും. നിന്റെ വരുമാനം ഇപ്പോഴത്തതിനേക്കാൾ ഇരട്ടിയായി മാറും. ഭാവിയിലേക്ക് വേണ്ടത്ര സമ്പാദിക്കുവാനും കഴിയും. ഇതൊരു നല്ല ആശയമാണെന്ന് തോന്നുന്നു കൂട്ടുകാരാ. ഞാൻ ഇപ്പോൾ തന്നെ വനദേവതയുടെ അടുത്ത് ചെന്ന് ഈ വരം ചോദിക്കാൻ പോവുകയാണ്. നന്ദിയുണ്ട് കൂട്ടുകാരാ. നിങ്ങളെത്ര വിഡ്ഢിയാണ്. ഞാൻ നിർദ്ദേശിച്ചതിനേക്കാൾ നല്ലൊന്നും നിനക്ക് ചിന്തിക്കാനാവില്ലേ? 2 തലയും 4 കൈകളുമായി നിന്നെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്നെ കാണാൻ നല്ല തമാശയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നെയ്ത്തുകാരൻ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചുപോയി. മരത്തിനടുത്തെത്തിയപ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു, വനദേവതേ, ഞാൻ എന്റെ ആഗ്രഹം അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആഗ്രഹം എന്താണെങ്കിലും അറിയിച്ചോളൂ. ഇപ്പോൾ തന്നെ സാധിച്ചു തരാം. എനിക്ക് 1 തലയും കൂടി വേണം, 2 കൈകളും. തരാമോ വനദേവതേ? നിമിഷങ്ങൾക്കകം നെയ്ത്തുകാരന്റെ ആഗ്രഹം സഫലമായി. അയാൾക്കിപ്പോൾ 2 തലകളും 4 കൈകളുമുണ്ട്. അയാൾക്ക് വളരെ സന്തോഷം തോന്നി. അയാൾ ഗ്രാമത്തിലേക്ക് വേഗം നടക്കാൻ തുടങ്ങി. ഈ സന്തോഷ വാർത്ത ഭാര്യയെ അറിയിക്കാൻ അയാൾക്ക് തിടുക്കമായിരുന്നു. പോകുന്ന വഴിയിൽ ആൾക്കാർ അയാളെ കണ്ടു. അത്തരമൊരു വിചിത്ര ജീവിയെ കണ്ട് അവരെല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അയാളെ കണ്ടതും വീട്ടിൽ ഓടി ഒളിച്ചു.
കുട്ടികളെ പിടിച്ചു തിന്നാൻ വരുന്ന രാക്ഷസനാണ് അതെന്ന് നാട്ടുകാർ വിചാരിച്ചു. അവരെല്ലാവരും കൂടി ആ പാവം നെയ്ത്തുകാരനെ കല്ലെറിഞ്ഞു കൊന്നു. അയാളുടെ ആഗ്രഹം ബുദ്ധിപൂർവം ആലോചിച്ച് ഉറപ്പുവരുത്താത്ത ഒന്നായിരുന്നു. കുട്ടികളെ, വിദ്യയായ നെയ്ത്തുകാരന്റെ അനുഭവം കണ്ടില്ലേ? അയാൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് വേണ്ട വിധം ചിന്തിച്ചില്ല. അത് അയാളുടെ മരണത്തിൽ കലാശിച്ചു. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും അതിന്റെ വരും വരായികകളെ കുറിച്ച് ചിന്തിക്കുക.